വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. സ്പോർട്സ് ന്യൂസ്. ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോമിൽ ഇന്ത്യക്ക് ഏറെ ആശങ്കയാണ്. ആങ്കർ റോൾ ഏറ്റെടുത്ത് ഇഷാൻ കിഷൻ. 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ ബാറ്റിംഗും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നാണ് വിമർശനം. 6-4 സംഭൂജ്യനാണ് ഈ പറഞ്ഞ ഓപ്പണർ. ഇടിവെട്ട് ഓപ്പണർക്ക് തിളങ്ങാൻ കഴിയുന്നില്ല എന്ന് പരോക്ഷമായ വിമർശനം. അഭിഷേക് ശർമ്മയുടെ ഫോമിൽ ഇന്ത്യക്ക് ആശങ്ക തന്നെയാണ്, ഏറെ തലവേദന. ഇന്ത്യയുടെ ഇടിവെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോമിൽ ടീമിന് ആശങ്കയാണ്. കഴിഞ്ഞ 6 ഇന്നിംഗ്സുകളിൽ 4 അഭിഷേക് ശർമ്മ 0 പുറത്തായി. ഇതിൽ 3 ഗോൾഡൻ ഡക്കായിരുന്നു. 2026 2020 ലോകകപ്പിൽ താരം കളിച്ച 2 ഇന്നിംഗ്സുകളിൽ 0 പുറത്തായത്. താരതമ്യേന ദുർബലരായ USA, പാകിസ്ഥാൻ എന്നിവർക്കെതിരെയാണ് ശർമ്മ ഗോൾഡൻ ഡക്കായതും. ഇതോടെ ആശിഷ് നെഹ്റ, ബംഗ്ലാദേശ് താരം ഇമ്രുൽ കെയ്സ് എന്നിവർക്ക് പിന്നാലെ ലോകകപ്പിലെ ആദ്യ 2 ഇന്നിംഗ്സുകളിലും ഡക്കാകുന്ന 3ാമത്തെ താരം എന്ന നാണക്കേടിന്റെ റെക്കോർഡും താരം സ്വന്തമാക്കി. 0, 68 നോട്ടൌട്ട്, 0, 30, 0, 0 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 6 മത്സരങ്ങളിൽ അഭിഷേകിന്റെ സ്കോർ. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നമീബിയക്കെതിരെ മത്സരം അഭിഷേകിന് നഷ്ടമായിരുന്നു. അതിനുശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ മത്സരത്തിലാണ് പാകിസ്ഥാനെതിരെ നിരാശാജനകമായ പ്രകടനം. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലും താരത്തിന്റെ ഫോം അസ്ഥിരമായിരുന്നു. ന്യൂസിലൻഡ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ അര-സെഞ്ചുറി നേടിയ അഭിഷേക് പക്ഷേ 2ാം മത്സരത്തിൽ ഗോൾഡൻ ഡക്കായി. 3ാം മത്സരത്തിൽ വീണ്ടും അർദ്ധ-സെഞ്ചുറി നേടി കരുത്തുകാട്ടി. 4ാം മത്സരത്തിൽ വീണ്ടും ഗോൾഡൻ ഡക്ക്. തിരുവനന്തപുരത്ത് നടന്ന അവസാന മത്സരത്തിൽ 26 പന്തിൽ 30 റൺസ് നേടി കരുത്തു തെളിയിക്കുകയും ചെയ്തു. സ്ഥിരത പുലർത്താൻ കഴിയാത്തതാണ് അഭിഷേകിന്റെ പ്രശ്നം. ഇന്നലെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ തന്ത്രമാണ് അഭിഷേകിനെ വീഴ്ത്തിയത്. സാധാരണ പേസർമാർ എറിയാറുള്ള ആദ്യ ഓവർ സ്പിന്നറായ സൽമാൻ തന്നെ എറിയുകയും 4ാം പന്തിൽ തന്നെ അഭിഷേകിനെ പുറത്താക്കുകയും ചെയ്തു. അതേസമയം അഭിഷേകിന്റെ റോളിലേക്ക് ഇഷാൻ കിഷൻ നടത്തിയ പരകായ പ്രവേശമാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുതിപ്പേകുന്നതും. നിലവിൽ ഇന്ത്യൻ മിഡിൽ ഓർഡർ സ്ഥിരത പുലർത്തുന്നില്ല. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ മുൻനിരയും മധ്യനിരയും തകർന്നടിച്ച സിറ്റുവേഷനാണ് നാം എല്ലാവരും കണ്ടത്. സൂര്യകുമാർ യാദവ് ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടമാണ് മികച്ച സ്കോർ സമ്മാനിച്ചതും. നമീബിയക്കെതിരെ തുടക്കം മികച്ചതായിരുന്നെങ്കിലും അവസാന ഓവറുകളിൽ കൂട്ടത്തകർച്ചയാണ് ഉണ്ടായത്. ഇതുകാരണം പ്രതീക്ഷിച്ച സ്കോറിലെത്താൻ കഴിഞ്ഞില്ല. ഒത്തിണക്കമുള്ള ഒരു ടീമായി ഇന്ത്യ ഇതുവരെ കളിച്ചിട്ടില്ല എന്നുള്ളതും ബാറ്റിംഗ് നിരയുടെ പിഴവ് മറയ്ക്കാൻ സഹായിക്കുന്നു. ശക്തമായ ബൗളിംഗ്, ബാറ്റിംഗ് നിരയുള്ള ദക്ഷിണാഫ്രിക്ക പോലുള്ള ടീമുകളുമായി കളിക്കുമ്പോഴേക്കും ഇന്ത്യ ശരിക്കും പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യക്ക് ഇനി മത്സരം നെതർലാൻഡ്സുമായിട്ടാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് ദുർബലമായ ടീമാണ് നെതർലാൻഡ്സ്. ഇടവേളയ്ക്ക് ശേഷം ടീമിലെത്തിയ തിലക് വർമ്മയ്ക്ക് മികച്ചൊരു ഇന്നിംഗ്സ് കളിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇന്ത്യ സൂപ്പർ 8-ൽ എത്തിയ സ്ഥിതിക്ക് അടുത്ത കളിയിൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. റിങ്കു സിംഗിന് പകരം സഞ്ജു സാംസൺ എത്തുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നതും. ഇനി എന്തുതന്നെയായാലും 6-4 സംഭൂജ്യനായ ഇടിവെട്ട് ഓപ്പണർക്ക് തിളങ്ങാൻ കഴിയുന്നില്ല എന്ന തലവേദന ഇന്ത്യക്ക് മാറ്റാൻ കഴിയുമോ? അഭിഷേക് ശർമ്മയുടെ ഫോമിൽ ഇന്ത്യക്ക് ഇപ്പോഴും ആശങ്കയാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.